നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യമനിൽ മലയാളി നഴ്സായ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുമെന്ന കേന്ദ്രം അവരുടെ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. അതുപോലെ പ്രമുഖ വ്യവസായിയായ MA യൂസഫ് അലി അടക്കം നിമിഷയുടെ മോചനത്തിനായി ഇടപെട്ടിരുന്നു. എന്നിട്ടും നിമിഷപ്രിയയുടെ മോചനം വൈകുകയാണ്. വധശിക്ഷയ്ക്കെതിരെ നൽകിയ അപ്പീൽ നവംബർ 13-ന് യമനിലെ സുപ്രീം കോടതി തള്ളിയതോടെ തന്റെ ജീവൻ അപകടത്തിലാണെന്ന നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. എന്നാൽ നിമിഷയുടെ മോചനത്തിനായുള്ള ഇടപെടലിനായി അമ്മ പ്രേമകുമാരി യമനിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അമ്മയുടെ വിസ നടപടികൾ പൂർത്തിയായെന്നാണ് റിപ്പോർട്ട്. വിസ നടപടികൾ പൂർത്തിയായതോടെ വെള്ളിയാഴ്ച പ്രേമകുമാരി യമനിലേക്ക് പോകും. പ്രേമകുമാരിക്കൊപ്പം യമനിലേക്ക് പോകാൻ സന്നദ്ധ പ്രവർത്തകനായ സാമുവൽ ജെറോമിനും അനുമതി ലഭിച്ചിട്ടുണ്ട്. മുംബൈയിൽ നിന്ന് യമൻ അതിർത്തിയിലെ ഏദനിലേക്കാണ് ഇവർ വിമാനമാർഗം പോവുക. അവിടെ നിന്ന് റോഡ് മാർഗം സനായിലെത്തും. വർഷങ്ങൾക്ക് ശേഷം മകളെ കാണാനും മോചനത്തിന് ശ്രമിക്കുവാനുമുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ഡൽഹി ഹൈക്കോടതിയാണ് നിമിഷപ്രിയയുടെ അടുത്തേക്ക് പോകാൻ അമ്മ പ്രേമകുമാരിക്ക് അനുമതി നൽകിയത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാകണമെങ്കിൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം അനുവദിക്കണം. അവരെ നേരിൽ കണ്ട് ശിക്ഷ ഇളവ് നേടാനാണ് ഇന്ത്യൻ എംബസി മുഖേനയുള്ള ശ്രമം. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിൽ എതിർത്തു നിൽക്കുന്നവരുമായി ഇടനിലക്കാർ വഴി സംസാരിച്ച് തീരുമാനത്തിലെത്തുകയും ധനം യമനിൽ എത്തിച്ച് കൈമാറണമെന്നുമാണ് നിമിഷപ്രിയയുടെ കുടുംബം ആലോചിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ യമൻ അംബാസിഡറുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. നിമിഷപ്രിയ കേസിൽ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി യമൻ സുപ്രീം കോടതിയും ശരിവെച്ചിരുന്നു. ഇനി കുടുംബം അനുവദിച്ചാൽ മാത്രമാകും ശിക്ഷ ഒഴിവാക്കി കിട്ടുക. അതേസമയം കുടുംബത്തിലെ ഒരാളെങ്കിലും ദിയാധനത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അത് സ്വീകരിക്കാനാകില്ലെന്നാണ് നിയമം. നിമിഷപ്രിയ കൊലപ്പെടുത്തിയ തലാലിന്റെ നാട് ഹൂതി വിമതരായ ഇസ്ലാമിക ഗോത്രവർഗക്കാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. കടുത്ത ഇസ്ലാം നിയമങ്ങൾ പിന്തുടരുന്ന വിഭാഗമാണ് ഇവർ. അതുകൊണ്ട് തന്നെ കൊലപാതകത്തെക്കാൾ കൂടുതൽ അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. കൊലപാതകം നടത്തിയ ശേഷം നിമിഷപ്രിയ മൃതദേഹം വികൃതമാക്കിയിരുന്നു. യമനിലെ ഗോത്രവർഗക്കാർക്കിടയിൽ നിലനിൽക്കുന്ന നിയമമനുസരിച്ച് മൃതദേഹം വികൃതമാക്കാൻ പാടില്ലെന്നാണ്. ഒരുപക്ഷെ കൊലപാതകം ക്ഷമിച്ചാലും മൃതദേഹം വികൃതമാക്കിയ നടപടി ക്ഷമിക്കാൻ കഴിയാത്ത കുറ്റമാണെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, യമനിലെ ഗോത്ര സംസ്കാരം അനുസരിച്ച് സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ കടുത്ത ശിക്ഷയാണ് ഉള്ളത്. ഇതും നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ.